ഫാമിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഗപ്പീസിന് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മൊത്തം കുട്ടികളാണ്, ഓരോ വെറൈറ്റിയിൽ. അപ്പോൾ നമ്മുടെ ചില്ലി മൊസൈക്ക് ഉണ്ട്, ടാക്സിനോക്കോയി ഉണ്ട്, യെല്ലോ ടൈഗർ ഉണ്ട്, പർപ്പിൾ ബെറി ഉണ്ട്, ഒരു ക്രോസ് ബ്രീഡിംഗ് ഉണ്ട്. അപ്പോൾ ക്രോസ് ബ്രീഡിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യെല്ലോ ഡ്രാഗനും വൈറ്റ് ടാക്സും കൂടെയുള്ള ക്രോസ് ബ്രീഡിംഗ് ഒരു ജോഡിയുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിൽ നമ്മൾ ഇനിയും പുതിയ സ്റ്റോക്കുകൾ ഗപ്പീസിനെ കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചെറുതായിട്ടൊന്ന് നമ്മൾ ഒരു 2 ആഴ്ച 3 ആഴ്ച നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാം. അപ്പോൾ നമ്മുടെ പൊടി കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ വൃത്തിയാക്കി നമ്മുടെ ഫാം ഇപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഫാം തപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്. നമ്മൾ ഇത്രയും വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. നിലമൊക്കെ നമ്മൾ തുടച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് നമ്മളൊരു ചെറിയൊരു വളക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേലെയൊക്കെ ഫൈറ്ററിനെ അങ്ങനത്തെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. മേലെ ഭാഗത്തൊക്കെ ഇവിടെ തുണി ഉണ്ടായിരുന്നു, ആ തുണിയൊക്കെ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ വാതിൽ കഴിഞ്ഞിട്ട് പോയി അപ്പുറത്തൊരു സ്ഥലമാണ്. അപ്പോൾ ആ വഴി നമുക്കൊരു ഓസൊക്കെ ഇട്ട് വെള്ളം നമ്മുടെ ഗപ്പിയിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ വെച്ചിട്ടായിരിക്കും നമ്മുടെ കണക്ക് കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അതുപോലെ കലണ്ടർ, നമ്മുടെ വീഡിയോ സ്റ്റാൻഡ്, അച്ഛൻ്റെ നമ്മുടെ കല്യാണ ഫോട്ടോ, അതുപോലെ നമ്മുടെ വലകൾ കാര്യങ്ങളൊക്കെ ഇനി വാങ്ങണം. അതുപോലെ തീറ്റ വാങ്ങണം, കല്ലുകൾ വാങ്ങണം. നമുക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഫാം. പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കർട്ടനൊക്കെ ഒന്ന് മാറ്റണം. അതുപോലെ തന്നെ വാതിലിന് ഒരു പൂട്ട് സെറ്റാക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ ഫാമിൽ ചവിട്ടി വാങ്ങണം. അപ്പോൾ ഇതൊക്കെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിന് ഇനി പുരോഗമനയ്ക്ക് കൊണ്ടുവരുന്നതായിരിക്കും. എൻ്റെ ഫാം കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെയൊക്കെ എത്ര ഗപ്പീസ് ആയിരുന്നാണ്. അപ്പോൾ നമ്മൾ ചില ഇഷ്യൂസ് കൊണ്ട് ഇവിടെ ഒരു പാമ്പ്, മൂർഖൻ പാമ്പ് അങ്ങനെയൊക്കെ വന്ന ഇഷ്യൂസ് കൊണ്ടാണ് എല്ലാ ഗപ്പിയും നമ്മൾ കിണറ്റിൽ കൊട്ടിയത്. അത് നമ്മൾ ശക്കരക്കാറ്റ് അടിച്ച് തിന്നുപോയി. അപ്പോൾ നമ്മളിനി കിണറ്റിൽ കൊട്ടിൽ ഇവിടെ പാമ്പൊക്കെ വരാനുള്ള ആ വാതിലൊക്കെ സെറ്റാക്കി ഇനി പാമ്പൊന്നും ഈ വഴി വരില്ല. നമ്മൾ ഈ വാതിലൊക്കെ മാറ്റണം. അതുപോലെ നമ്മൾ ഫ്രിഡ്ജ് പൊട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഫ്രിഡ്ജ് പൊട്ടി കാര്യങ്ങളൊക്കെ വരും. ഒരു സാധനങ്ങളൊന്നും പോലും നമ്മൾ കളഞ്ഞിട്ടില്ല. എൻ്റെ 5-6 അക്കോറി, 1 അക്കോ, ഭരണി, ബക്കറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് മഴയൊക്കെ പെയ്താൽ കുറച്ച് ചുമരിലൊക്കെ ഓതും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡിന് വരെ നമ്മൾ മറ്റേ ചെടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമുക്ക് വെക്കണം, പിടിപ്പിക്കണം ചെടികളെയൊക്കെ. അപ്പോൾ ഗൈസ്, എൻ്റെ ഫാമിലെ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഫാമിലെ പുരോഗമനയ്ക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് വേണ്ടത്. എൻ്റെ വീഡിയോസ് പലവരും കാണാത്തതുകൊണ്ട് അതുപോലെ എനിക്ക് ലൈക്ക് ഇല്ല. അപ്പോൾ എനിക്ക് 525 സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ കാരണമാണ് ഉണ്ടായത്. ഇനി എന്നെ പുരോഗമനയ്ക്ക് കൊണ്ടുവരുന്നതെന്ന് ഞാൻ ഒന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്നും എൻ്റെ ഫാമിലൊക്കെ കണ്ട് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ബൈ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.